സുർജിത്ത് അയ്യപ്പത്ത് തുടരുന്നുണ്ട് നമുക്കൊപ്പം, അഭിജിത്തുമുണ്ട് കൂടെ. സുർജിത്ത്, ഇപ്പോൾ 3 മണി കഴിഞ്ഞ് 26 മിനിറ്റ്, ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ ഇരുട്ട് വീഴാൻ തുടങ്ങും. വയനാട്ടിലൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, വളരെ പെട്ടെന്ന് തന്നെ ഇരുട്ട് വീഴാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതിനു മുൻപേ കടുവയെ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാകും ഈ ധൃതി പിടിച്ചിട്ടുള്ള നീക്കത്തിൻ്റെയൊക്കെ ഒരു ലക്ഷ്യം. അത് എത്രത്തോളം ഫലപ്രദമാകും, അതിനുള്ള വെല്ലുവിളികളും കൂടുതലാണല്ലോ സുർജിത്ത്. തീർച്ചയായും ഇനി അല്പം കൂടി കഴിഞ്ഞാൽ ഇവിടെ ഇരുട്ട് വീഴുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടുകൂടി ഈ ദൗത്യം ഭയങ്കര ദുഷ്കരമായ രീതിയിൽ ബാധിക്കും. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതീവ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം ഇവിടെ നൽകിയിട്ടുണ്ട്. മാത്രമല്ല അവരുടെ ഒരു സംഘം ഇവിടെ വനത്തിനകത്തേക്ക് പോയിട്ടുമുണ്ട്. പടക്കം പൊട്ടിച്ചും മറ്റും അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ കടുവയെ കൃത്യമായ രീതിയിൽ തന്നെ ട്രാക്ക് ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് ഈ കടുവയെ നേരിട്ട് വീണ്ടും കണ്ട ആളുകൾ നമ്മോട് പ്രതികരിച്ചതുമാണ്. അവർ ശരിക്കും അതിനെ കണ്ടു. അതായത് ഈ പ്രദേശത്തിന്റെ അടുത്തേക്ക് വന്നതാണ്. അവർ ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ കൂടിയാണ്, ഈ മേഖലയെ അറിയുന്ന ആളുകൾ കൂടിയാണ്. അവർ നേരെ എത്തി ഈ പ്രദേശം, അതായത് ഈ കടുവ പിടിച്ചത്, ഈ രാധയെ പിടിച്ചത് ഇവിടുത്തെ ഒരു കൊല്ലിയിൽ നിന്നാണ്. ഇവിടെ കാപ്പി പറിക്കാൻ വേണ്ടി എത്തിയതായിരുന്നു. ഇവിടെ നിന്ന് നേരെ വലിച്ചിഴച്ചൊരു 150 മീറ്റർ മാത്രം അകലേക്ക് ആണ് ഇതിനെ കൊണ്ടുപോയത്. അതിനുശേഷം അവിടെ മൃതദേഹം ഛിന്നഭിന്നമായ നിലയിലാണ് മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ആ പ്രദേശത്തേക്ക് പോയതാണ് ഈ പ്രദേശവാസികളായിട്ടുള്ള 3 പേർ. അവർ അവിടേക്ക് പോയ ഘട്ടത്തിലാണ് കടുവയെ വീണ്ടും കാണുന്നത്. അതായത് കടുവ കിടക്കുന്ന നിലയിലായിരുന്നു. കടുവ അങ്ങനെ കിടക്കുന്ന ആ ഒരു ഘട്ടത്തിൽ നേരെ അത് ഇവരെ കണ്ട വഴിക്ക് അത് എഴുന്നേൽക്കുകയായിരുന്നു. എഴുന്നേറ്റ് ഒന്ന് ശരീരം കുടഞ്ഞു നിന്നു. വയറൊട്ടിയ നിലയിലാണ്. ഭയങ്കര ഉയരമുണ്ട്, നീളവുമുണ്ട് എന്നുള്ളത് ഈ നാട്ടുകാർ തന്നെ പറയുന്നുമുണ്ട്. അങ്ങനെ അത്തരത്തിൽ ഭീതിതമായൊരു കാഴ്ചയാണ് അവർക്ക് കാണാൻ കഴിയുന്നത്. ഉടൻ തന്നെ അവർ 3 പേരും ഓടി താഴേക്ക് വരികയായിരുന്നു. ഇവിടേക്ക് ഓടി എത്തിയ മുറയ്ക്ക് ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ നിൽക്കുന്ന ഘട്ടത്തിലാണ് അവരോട് പറഞ്ഞു. ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തണ്ടർബോൾട്ട് സംഘവും ചേർന്ന് ഈ വനത്തിനകത്തേക്ക് കയറിപ്പോയി അവിടെ പരിശോധന നടത്തി. ആ പരിശോധന നടത്തിയ ഘട്ടത്തിൽ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ മേഖലയിലേക്ക് പോയിട്ടുണ്ട്. ആ മേഖല കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലും മറ്റ് പരിശോധനയും എല്ലാം തന്നെ നടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഭയം സ്വാഭാവികമായി ഉണ്ടാകും. കാരണം ഈ പ്രദേശം എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായി വനവും ഒപ്പം തന്നെ തോട്ടങ്ങളും നിറഞ്ഞ മേഖലയാണ്. ഒരു ഭാഗത്ത് തേയിലത്തോട്ടങ്ങളാണ്, ഒരു ഭാഗത്ത് കാപ്പിത്തോട്ടങ്ങളാണ്, കമുകിൻ തോട്ടങ്ങളുണ്ട്, ഒരു ഭാഗത്ത് വനമാണ്. അങ്ങനെയുള്ള ഒരു ഭൂമിശാസ്ത്രമുള്ള പ്രദേശമാണ് ഈ മേഖല. അവിടെ സ്വാഭാവികമായും ആളുകൾക്ക് കൃഷി ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ആളുകൾ പോകും. ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ്. ഇവിടെ ധാരാളം ആളുകൾ, ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകളുണ്ട്. എന്തായാലും കൂടുതൽ ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ ഭയമുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് വലിയ ഭയം തന്നെയുണ്ട്. അല്ല, നമുക്ക് എന്നും പ്രശ്നം തന്നെയാണ്. ആനയായാലും കടുവാണെങ്കിലും നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് മുഴുവനും ഭയം തന്നെയാണ്. ഏത് സമയത്ത് എന്തും സംഭവിക്കാം, എങ്ങനെ വരും എന്നൊന്നും പറയാൻ പറ്റൂല. അതാണ് അവസ്ഥ. ആനയും മൊത്തത്തിൽ എല്ലാ ശല്യങ്ങളും ഉണ്ട്. നമ്മൾക്ക് അവരെന്നെ ഇപ്പോൾ രാവിലെ പണിയുമായി ബന്ധപ്പെട്ട് വന്നതാണ് ഇവിടെ. ആ സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അവരൊരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് അവർ വിചാരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അവർ പ്രതീക്ഷിക്കാണ്ട് വന്ന് മറ്റൊരാളെ സ്ഥലത്തെത്തുമ്പോഴാണ് കടുവ പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ അവർക്ക് അങ്ങനെ ഒരു ഭയം ഉണ്ടെങ്കിൽ അവർ ഇതിൽ വരില്ലല്ലോ. ഇതൊക്കെ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് പിടിച്ചു പോയതാണ്. പെട്ടെന്ന് എങ്ങനെയാണ് നമ്മൾ അറിയുന്നില്ല. പെട്ടെന്ന് വന്നപ്പോൾ യാദൃശ്യമായി പിടിച്ചു. അവർക്കൊന്നും ചെയ്യാനും പറ്റിയില്ല. അങ്ങനത്തെ ഒരു സംഭവമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഭയം തന്നെയാണ്. ഏത് സമയത്ത് വരും, എങ്ങനെ വരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ആളുകൾ ഈ ആശങ്ക തന്നെയാണ് ആളുകളെ സംബന്ധിച്ച് ആളുകൾ പങ്കുവെക്കുന്നത്. കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ മേഖലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് ആ വന മേഖല കടന്ന് ആളുകൾ പോകുന്നു. അതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നതും അതുതന്നെയാണ്. എന്തായാലും കൂടുതൽ ആളുകൾ അവിടെ പരിശോധനയ്ക്കും തെരച്ചിലിനുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ വനമേഖല കേന്ദ്രീകരിച്ച് വനത്തിനകത്തേക്ക് കയറിപ്പോകുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിലും പരിശോധനയും എല്ലാം തന്നെ നടക്കാൻ വേണ്ടി പോകുന്നു. അവിടേക്ക് പ്രവേശിക്കരുത് എന്നുള്ള നിർദ്ദേശം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് വനമേഖലയാണ്. ആ മേഖല കേന്ദ്രീകരിച്ച് അത്രയധികം ദുർഘടമായൊരവസ്ഥ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകും. ചിലപ്പോൾ ഒരുപക്ഷെ കടുവയുടെ ആക്രമണം നേരിട്ടേക്കാം. അങ്ങനത്തെ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പുലർത്തണം. ആ മേഖലയിലേക്ക് കടക്കരുത് എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശം, വനമാണ് എന്നുള്ളതുകൊണ്ട് അവിടേക്ക് കടക്കരുതെന്ന നിർദ്ദേശം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. അത് പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കൊല്ലിയിൽ, അതായത് ഈ ജനവാസ മേഖലയിൽ ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഇവിടെ ഈ പ്രദേശം എന്ന് പറയുന്നത് അത്യധികം അപകടകരമായ ഒരു സാഹചര്യം കൂടിയുള്ള പ്രദേശമാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വളഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. കാരണം ആ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം വീണ്ടും കണ്ടു എന്നുള്ളത് തന്നെയാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് അവിടേക്ക് കടക്കരുത് എന്നുള്ള തരത്തിലുള്ള ഒരു നിർദ്ദേശം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത്. എന്തായാലും അകത്ത് തെരച്ചിൽ നടക്കുന്നു. വളരെ സജീവമായ രീതിയിൽ തന്നെ തെരച്ചിൽ മുന്നോട്ട് പോവുകയാണ്. അഭിജിത്ത് മുഴക്കുന്നുകൂടി നമ്മോടൊപ്പം ചേരുന്നു. അഭിജിത്ത്, ഇപ്പോൾ വ്യാപകമായ തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താകും ഇവിടുത്തെ അവസ്ഥ? ഇവിടുത്തെ ഒരു പ്രദേശത്തിൻ്റെ
അതിൻ്റെ ഭൂമിശാസ്ത്രം തന്നെ വ്യക്തമാക്കുന്നത് അത്യധികം അപകടകരമായ ഒരു അവസ്ഥ നിലനിൽക്കുന്ന, കാരണം തോട്ടം ഉൾപ്പെടെയുള്ള മേഖലയാണല്ലോ. തീർച്ചയായും സുർജിത്ത്, നേരത്തെ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മളുമായി സംസാരിക്കുമ്പോൾ തന്നെ വ്യക്തമാക്കിയതാണ് ഇവിടെ അധിക സമയം നിൽക്കുന്നത് അത്ര നല്ലതല്ല എന്നവർ വ്യക്തമാക്കിയിരുന്നു. അതിനാൽ തന്നെ അല്പം അകലം പാലിച്ചാണ് നമ്മൾ നിൽക്കുകയും ചെയ്യുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കടുവയെ പിടികൂടേണ്ടതുണ്ട്, അതിനെ വെടിവെക്കേണ്ടതുണ്ട്, വെടിവെച്ച് കൊല്ലുക എന്നുള്ളൊരു ഉറപ്പ് ലഭിച്ചതിന് ശേഷമാണ് പ്രതിഷേധത്തിൽ നിന്ന് നാട്ടുകാർ ഉൾപ്പെടെ പിൻവാങ്ങുകയും ചെയ്തത്. അപ്പോൾ അതിലേക്കുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സംഘം ഇപ്പോൾ കാട്ടിനകത്തേക്ക് കയറിയിട്ടുണ്ട്. നേരത്തെ സുർജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവം ഉണ്ടായത്, അതായത് രാധയെ കടുവ പിടിച്ചതിന് തൊട്ട് സമീപം ഏതാണ്ട് 200 മീറ്ററുകൾ മാത്രം അകലേക്കാണ് നേരത്തെ ഈ നാട്ടുകാർ ചെന്നിരുന്നത്. നാട്ടുകാർ ചെന്നപ്പോൾ അവർ ഈ കടുവയെ കണ്ടു എന്നാണ് പറയുന്നത്. വീണ്ടും കടുവയെ കണ്ടു എന്ന് പറയുന്ന സാഹചര്യം അത് ഭീതിപ്പെടുത്തുന്നത് തന്നെയാണ്, നാട്ടുകാരെ സംബന്ധിച്ച് ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനാൽ എത്രയും പെട്ടെന്ന് ഈ കടുവയെ സ്പോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം. അതിനു വേണ്ടിയിട്ടുള്ള ഊർജിതമായ നടപടികൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ ആ രീതിയിലുള്ള നടപടിക്രമങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നു. ഈ സുർജിത്ത് സൂചിപ്പിച്ച പോലെ ഒരു വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഈ കൂടുതൽ കാപ്പി പോലെയുള്ള കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ്. അതിനാൽ ആ രീതിയിൽ എപ്പോഴും നാട്ടുകാർ പ്രദേശവാസികളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ വെച്ചാണ് ഈ രീതിയിൽ കടുവ ഒരാളെ ആക്രമിച്ചത്, കൊലപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണത്. അവരുടെ പ്രതിഷേധത്തിലുടനീളം നമ്മൾക്കത് വ്യക്തമാവുകയും ചെയ്തതാണ്. അവർ ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമാണ്, ഇത്തരത്തിൽ ഈ ഇടയ്ക്കിടെ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നു, തങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാകുന്നു. ഇതിലെന്താണ് ശാശ്വതമായ പരിഹാരം എന്ന ന്യായമായ ചോദ്യമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയർന്നത്, പ്രദേശവാസികളുടെ ഭാഗത്തുനിന്ന് ഉയരുകയും ചെയ്തത്. ഇവിടെ നമ്മൾ ഈ ഒരു മേഖലയുടെ ഭൂമിശാസ്ത്രം പരിശോധിക്കുകയാണെങ്കിൽ അടിക്കടി നിരക്കന വീടുകളുള്ളൊരു മേഖല കൂടിയാണ്. അവരുടെ പ്രധാനമായുള്ള അവരുടെ വരുമാനം, അവരുടെ സമ്പാദ്യം, അവരുടെ ജീവിതം, അവരുടെ ജോലിയൊക്കെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. ആ കൃഷിയുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് എത്തിയ സ്ത്രീക്ക് തന്നെയാണ് ദാരുണമായൊരു അന്ത്യമുണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതിനാൽ തന്നെ തങ്ങളുടെ ജീവന്, തങ്ങളുടെ സ്വത്തിനൊക്കെ അതിനൊരു സുരക്ഷിതത്വം നൽകുക എന്നുള്ളൊരു ആവശ്യമാണ് നിലവിൽ ഈ പ്രദേശവാസികളുടെ ഭാഗത്ത് നിന്ന് ഉയരുകയും ചെയ്തത്. നമുക്ക് നേരത്തെ ഇവരുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് മന്ത്രി ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. അതിലൊന്ന് ഈ നരഭോജി കടുവയെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ് ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നത്. മറ്റൊന്ന് ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം എന്നുള്ളത് തന്നെയാണ്. അതിൽ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ കൈമാറുമെന്ന് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകണം എന്നുള്ള ആവശ്യമുയർന്നിരുന്നു. അതിലും ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വനത്തിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ എത്തുന്നത് എങ്ങനെ തടയാം, ശാശ്വതമായി അതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇനി കൂടുതൽ പേർക്ക് ഇത്തരത്തിൽ ആക്രമണങ്ങൾ നേരിടേണ്ട സാഹചര്യം ഉണ്ടാകരുത്, ആർക്കും ജീവൻ നഷ്ടപ്പെടാനുള്ള അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തരുത്. അതുതന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. അവർ അവരുടെ ജോലിയുമായി മുന്നോട്ട് പോകുന്ന മേഖലകളാണ്. അവർക്ക് സുരക്ഷിതത്വത്തോടുകൂടി ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണം എന്ന ന്യായമായ ആവശ്യം തന്നെയാണ് അവർ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക് വെച്ചത്. അതിന് ഏതൊക്കെ രീതിയിലുള്ള മുൻകരുതൽ നടപടികൾ എടുക്കാൻ കഴിയും, ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് ഇവിടെ പൂർത്തീകരിക്കുക, അത്തരത്തിലുള്ള പ്രതിരോധ നടപടികൾ ഈ ബന്ധപ്പെട്ടവരിൽ നിന്നുണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ഏതായാലും നിലവിൽ ഇപ്പോൾ നമ്മൾ ഈ സംഭവം ഉണ്ടായ പ്രദേശത്ത് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ഒരിക്കൽ കൂടി പറയാം, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അവിടെ പോലീസ് സീൽ ചെയ്ത് തിരിച്ചിട്ടുണ്ട്. അവിടെയാണ് ഈ രാധ എന്ന സ്ത്രീ കപ്പിക്കുരു ശേഖരിക്കുന്നതിനായി എത്തിയത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ കാട്ടിലൂടെയുള്ള ആ വഴിയിലൂടെയാണ് അവിടേക്ക് എത്തിയത്. അവിടെ എത്തിയ സമയത്ത് പുറകിലൂടെ എത്തിയ കടുവ ഇവരെ കടിച്ചുകൊണ്ട് തിരികെ കാട്ടിനകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഏതാണ്ട് 200 മീറ്ററോളം ദൂരത്തേക്ക് കാടിന് ഉൾവശത്തേക്ക് ഈ കടുവ നീങ്ങി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത് ഇവിടെ സാധാരണ രീതിയിൽ ഇവിടെ പരിശോധന നടത്തുന്ന തണ്ടർബോൾട്ട് സംഘങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. മൃതദേഹം അത് ഭക്ഷിച്ച നിലയിലായിരുന്നു, പൂർണ്ണമായ മൃതദേഹമായിരുന്നില്ല, ശരീരാവശിഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ വിവരം പുറത്തേക്കറിയുന്നത്, നാട്ടുകാരറിയുന്നത്, പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഈ പ്രദേശത്തേക്ക് എത്തുകയും ചെയ്യുന്നത്.
ഏറ്റവും ഗുരുതരമായ കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചത് തന്നെയാണ്. ജനവാസ മേഖലയാണ്, അവിടേക്കാണ് ഒരു കടുവ എത്തുന്നത്. നാട്ടുകാർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് മുൻപ് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കടുവയുടെ സാന്നിധ്യം ഉണ്ടാകുമോ? കടുവയുടെ സാന്നിധ്യമുണ്ട്, നിങ്ങൾ ആ രീതിയിലുള്ള ശ്രദ്ധ പുലർത്തണം, ആ രീതിയിലുള്ള മുൻകരുതലുകൾ നിങ്ങൾ സ്വീകരിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇതിനു മുൻപ് ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ഗുരുതരമായ ആരോപണം കൂടി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, അവർക്കറിയാം ഇത് വനമേഖലയാണ്, വന്യമൃഗങ്ങളുണ്ട്, അതിൻ്റെ ഒരു പ്രശ്നം തങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർക്കറിയാം. പക്ഷേ അപ്പോഴും ഈ കടുവയുടെയൊക്കെ ആക്രമണം അല്ലെങ്കിൽ കടുവയുടെയൊക്കെ ഒരു സാന്നിധ്യം അത് മുൻകൂട്ടി അവർക്ക് എന്തുകൊണ്ട് ലഭിച്ചിട്ടില്ല? ആ രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകാനുള്ള ഇടപെടൽ എന്തുകൊണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ള ചോദ്യമാണ് അവരിൽ നിന്നുണ്ടാകുന്നത്. നേരത്തെ ഈ അവരുടെ കൃഷി നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ അവർ നൽകിയിരുന്നു. അത് ആഴ്ചകൾക്ക് മുൻപ് അവർ നൽകിയിരുന്നു. അത് ഈ പന്നിയും കുരങ്ങുമൊക്കെ ഈ വനത്തിൽ നിന്ന് തങ്ങളുടെ ഈ മേഖലയിലേക്ക് എത്തുന്നു, തങ്ങളുടെ കൃഷി നശിപ്പിക്കുന്നു, തങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ആശങ്കയുണ്ട്, അത് പരിഹരിക്കപ്പെടണമെന്നുള്ളൊരു ആവശ്യം ഈ നാട്ടുകാർ മുന്നോട്ട് വെച്ചതാണ്. പക്ഷെ അതിലൊന്നും ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് ഈ ഘട്ടത്തിൽ നേരത്തെ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്ന വേളയിൽ നാട്ടുകാർ വ്യക്തമാക്കിയിരുന്നു. അവർ അത് മന്ത്രിയുടെ മുന്നിൽ ഉൾപ്പെടെ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തതാണ്. ഏതായാലും ഇന്ന് മന്ത്രി ഇവിടെ എത്തി വിശദീകരിക്കുന്ന വേളയിലും നമ്മൾ കണ്ടതാണ്, വലിയ രീതിയിലുള്ള ഒരു ജനരോഷമാണ് മന്ത്രിക്ക് അനുഭവിക്കേണ്ടി വന്നത്. പലപ്പോഴും മന്ത്രിയുടെ മുന്നിലേക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ, അതിലെങ്ങനെയാണ് ഒരു പരിഹാരം താങ്കൾ തരിക എന്ന ചോദ്യം ജനങ്ങൾ ഉന്നയിക്കുന്നു. പിന്നീടാണ് ഈ ചർച്ച, ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നോർത്ത് DFO ഉൾപ്പെടെ ഉദ്യോഗസ്ഥരും ഒപ്പം മന്ത്രിയും ജനപ്രതിനിധികളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ചർച്ചയുണ്ടായത്. ഈ ചർച്ച നടക്കുന്ന മുറിയിലേക്ക് നാട്ടുകാർ തള്ളിക്കയറാൻ ശ്രമിക്കുന്നു. അപ്പോഴൊക്കെ അവർ വൈകാരികമായി തങ്ങളുടെ പ്രശ്നങ്ങളെ അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. നേരത്തെയും സമാനമായ രീതിയിലുള്ള പല പ്രശ്നങ്ങളും വയനാട്ടിൽ തന്നെ നടന്നതാണ്. അത് കേവലം അത് കുറേ വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവങ്ങളല്ല. പലപ്പോഴും മാസങ്ങൾക്കും ദിവസങ്ങൾക്കും മുൻപ് വരെ ഈ രീതിയിലുള്ള കടുവയുടെയും പുലിയുടെയും ആനയുടെയും ഒക്കെ ആക്രമണം നടന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സംഭവ വികാസങ്ങളൊക്കെ കണ്ടതാണ് ഈ നാട്ടുകാർ. അത് പലപ്പോഴും പക്ഷേ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അത് അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളിടത്താണ് അവർ ആ ഭീതി, അവരുടെ ആശങ്കയൊക്കെ പ്രകടമാക്കുന്നത്. ഏതായാലും നിലവിലിപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒരു സംഘം ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. അവർ അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുന്നുണ്ട്. നേരത്തെ ഈ കടുവയെ കണ്ടു എന്ന് പറയുന്ന നാട്ടുകാർ അവർ ഈ കാര്യങ്ങളൊക്കെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി വ്യക്തമാക്കിയതാണ്. ഈ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ വ്യക്തമാക്കിയതാണ്. ഏതായാലും നിലവിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. ഈ കടുവയെ സ്പോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കടുവയെ കണ്ടെത്തുക എന്നുള്ളതാണ് അടിയന്തരമായി ചെയ്യേണ്ടത്. കൂട് സ്ഥാപിക്കും എന്നുള്ളത് നേരത്തെ തന്നെ വനം വകുപ്പ് മന്ത്രി ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. മന്ത്രി OR കേളുവും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വീണ്ടും ആ പരിസരത്ത് കടുവയെ കണ്ടു എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നുണ്ട്. അവിടെ നിന്നാണ് ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരല്പം പേടിപ്പെടുത്തുന്ന ഒരു ഇടം തന്നെയാണ് എങ്കിൽ പോലും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്, കാര്യങ്ങൾ പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കർക്കശമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ, ക്യാമറ ടീം അംഗങ്ങൾ എല്ലാവരും അവിടെ നിന്ന് തത്സമയം പ്രേക്ഷകരിലേക്ക് വാർത്ത എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.